ഇസ്രായേലിന്റെ ജെറ്റ് വിമാനങ്ങൾ 50 എണ്ണമാണ് ഇറാനെ ലക്ഷ്യമാക്കി, ഇറാന്റെ മുഴുവൻ ആണവ നിലയങ്ങളെയും ലക്ഷ്യമാക്കി ഇപ്പോൾ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ, ഇറാനിലെ ആണവ നിലയങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ ഇറാനിൽ ലക്ഷക്കണക്കിന് പേരുടെ വലിയ ദുരന്ത മരണമുണ്ടാകും. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ പോർ വിമാനങ്ങൾ. അമേരിക്കൻ വൈറ്റ് ഹൗസിന്റെ ഉത്തരവ് കാത്തു നിൽക്കുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്താൽ ആഗോള ഇസ്ലാം തീവ്രവാദം എന്നേക്കുമായി അവസാനിക്കും. എന്നാൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചു മെഴുകി ഇറാന്റെ കരച്ചിൽ ലോകമാകെ. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്നും വളരെ സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ വരികയാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കുകയില്ല എന്നും ഞങ്ങളുടെ ആണവശേഷി ലോകത്തിനും ഐക്യരാഷ്ട്രസഭയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ നാറ്റോ രാജ്യങ്ങൾക്കും പരിശോധിക്കാമെന്ന് ഇറാൻ 2 കൈകളും ഉയർത്തി ഇപ്പോൾ പറയുകയാണ്. വെടിവെക്കരുതേ ഇസ്രായേലെ. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സിറിയയുടെ ആകാശം പരിപൂർണമായിട്ടും തുറന്നിരിക്കുകയാണ്. സിറിയയുടെ മുകളിലൂടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാനുള്ള നിർണായകമായിട്ടുള്ള നീക്കം ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുകയാണ്. സ്കെച്ച് ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുമ്പ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രായേൽ നീക്കം നടത്തിയപ്പോൾ സിറിയ, ജോർദാൻ, സൗദി അറേബ്യ ഇത്തരം രാജ്യങ്ങൾ അവരുടെ ആകാശപാത ഉപയോഗിക്കരുത്, ഇത്തരം യുദ്ധത്തിന് അവരുടെ ആകാശപാതയിലൂടെ ഒരു ഇസ്രായേലി വിമാനം പോലും പറത്തരുത് എന്നുള്ള ശക്തമായിട്ടുള്ള നിബന്ധന വെച്ചിരുന്നു. ഇപ്പോൾ ഈ സിറിയയെ പൂർണ്ണമായിട്ടും കരയും അതുപോലെ കടലും ആകാശവും കീഴടക്കിയ സിറിയയുടെ ആകാശത്തുകൂടി ഇസ്രായേലി വിമാനങ്ങൾക്ക് സുതാര്യമായിട്ട് പോകാം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി ഇസ്രായേൽ വെളിപ്പെടുത്തി. മാത്രമല്ല സ്കെച്ച് ചെയ്യുന്നുവെന്നും കൃത്യമായിട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇറാന്റെ കൈകൂപ്പി കാലുപിടിച്ചുള്ള പ്രസ്താവന. ആക്രമിക്കരുത്, ഇത്തരത്തിലുള്ള ആക്രമണം ഒഴിവാക്കണം, ഞങ്ങളുടെ രാജ്യത്ത് ആണവ ആയുധ നിർമ്മാണത്തിനുള്ള ഒരു സാമഗ്രികളുമില്ല, ഐക്യരാഷ്ട്രസഭയ്ക്കും അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കും ഇത് തുറന്ന് കൊടുക്കാവുന്നതാണ്. ഇറാനിൽ പരിശോധന നടത്തുവാനുള്ള പൂർണ്ണമായിട്ടുള്ള അനുമതി നടത്തി ഇറാൻ കൈകൂപ്പി കരഞ്ഞ് വീണ് അപേക്ഷിക്കുകയാണ്. ഇസ്രായേലെ ജെറ്റുകളെ അയക്കരുത്, ഞങ്ങളുടെ ആണവശാലകളെ തകർക്കരുത്, ഇത് ആണവ ഊർജത്തിന് വേണ്ടിയിട്ടും മരുന്നിനും രോഗികൾക്കും വേണ്ടിയിട്ടും മാത്രമാണ് ഞങ്ങൾ ആണവ ഊർജം ഉപയോഗിക്കുന്നത്, ആയുധങ്ങൾ നിർമ്മിക്കുന്നില്ല. ഇതുവരെയും മസിൽ മുഴപ്പിച്ച് ഒരു ആണവ ഏജൻസിക്കും ഞങ്ങളുടെ രാജ്യത്തെ ആണവ പദ്ധതികൾ പരിശോധിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ഇറാൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ജൂതക്കരുത്തിന്റെ ഒരു റിസൾട്ട് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നാറ്റോ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഐക്യരാഷ്ട്രസഭയ്ക്കും ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള കാരണമുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള ഫോർഡോ സമ്പുഷ്ട ആണവ പ്ലാന്റ് ഇറാൻ നവീകരിച്ചതായിട്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഈ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തുവിട്ടത്. ഇറാന്റെ ഇത്തരത്തിലുള്ള ആണവ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 60% വരെ സമ്പുഷ്ട യുറേനിയം ഇവിടെ ഉണ്ടാക്കാം. ഉൽപാദന നിരക്ക് 3 ഇരട്ടിയായി ഇറാൻ വർദ്ധിപ്പിച്ചു. ഒരു ആണവായുധം നിർമ്മിക്കുവാൻ 90% വേണ്ടത്. അതിനടുത്ത് 60% വരെ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷി ഇറാൻ ഇതിലൂടെ കൈവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭ, നാറ്റോ, യൂറോപ്യൻ യൂണിയൻ എല്ലാം ശക്തമായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഇറാനെതിരെ ഉപയോഗപ്പെടുത്തുന്നത്. മാത്രമല്ല, ആരടിക്കും പൂച്ചയ്ക്കാരും മണി കിട്ടും എന്ന് ചോദിച്ചാൽ, അതായത് യൂറോപ്യൻ യൂണിയന് പറ്റില്ല, അമേരിക്കയ്ക്ക് പറ്റില്ല ഇറാനെ നേരിടാൻ, നാറ്റോ രാജ്യങ്ങൾക്ക് പറ്റില്ല ഇറാനെ നേരിടാൻ. അവിടെയാണ് ഇസ്രായേലിന്റെ കരുത്ത് വ്യക്തമാകുന്നത്. ഇസ്രായേൽ ജെറ്റുകൾക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാനും നശിപ്പിക്കുവാനും സാധിക്കുമെന്ന് ഒക്ടോബർ 12 അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിനും ജോ ബൈഡനും ട്രംപിനും നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൊടുക്കുകയായിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ സിറിയയ്ക്ക് മുകളിലൂടെ ആകാശത്തുകൂടെ വിമാനങ്ങൾ പറപ്പിക്കാമെന്നും സിറിയയിൽ ആരുമില്ല ഞങ്ങളെ തടയുവാനെന്നും സ്വതന്ത്രമായ ഒരു സഞ്ചാരം സിറിയയുടെ ആകാശത്തുകൂടി ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമാണെന്നും അതിലൂടെ കടന്നു ചെന്ന് ഇറാനിലെ മുഴുവൻ ആണവ പരീക്ഷണശാലകളും തകർത്ത് തരിപ്പണമാക്കാം എന്നും ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൊടുത്ത ഉറപ്പിന് പിന്നാലെയാണ് കൈകൂപ്പി ഇപ്പോൾ ഇറാൻ നിലപാട് മാറ്റിയിരിക്കുന്നത്.
മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഉൽപാദന നിരക്ക് പ്രതിമാസം 4.7 കിലോഗ്രാമിൽ നിന്നും 34 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയമായി ഇറാൻ ഉയർത്തിയിരിക്കുന്നു. എങ്ങനെയും ഇസ്രായേലിനെ തകർക്കുക, ഇസ്രായേലിനെ തകർത്തതിന് ശേഷം അവിടെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ആധിപത്യമുള്ള ഒരു പ്രദേശമാക്കി മാറ്റുക, ഇസ്രായേൽ ഒരു ഇസ്ലാമിക രാജ്യമാക്കി ഇറാന്റെ പ്രഖ്യാപിത നയമാണത്. ഇത്തരം രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഇറാൻ വലിയ തോതിലാണ് ആണവോർജം ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പുഷ്ട യുറേനിയത്തിന്റെ നിരക്ക് പ്രതിമാസം മുമ്പ് 4.7 കിലോഗ്രാം ആയിരുന്നത് 34 കിലോഗ്രാം ആക്കി ഇറാൻ ഉയർത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ അടിയന്തരമായി ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇതിനോടാണ് ഇപ്പോൾ അമേരിക്ക അടക്കം അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഏത് ആണവ നിലയം വേണമെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതാ തുറന്നു വെച്ചിരിക്കുന്നു, വന്ന് കണ്ട് കയറി പരിശോധിച്ച് എന്ത് വേണമെങ്കിലും എടുത്തോണ്ട് പൊക്കോ, അല്ലെങ്കിൽ തകർത്തോ നശിപ്പിച്ചോ, എങ്കിലും ഞങ്ങളെ ഇസ്രായേലിന് വിട്ടുകൊടുക്കരുത്, ഇസ്രായേൽ കഴുകന്മാരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇറാന് അവരുടെ ലെബനോനിലും ഗാസയിലും അതുപോലെ സിറിയയിലും ഒക്കെ ഇറാഖിലും ഒക്കെയുള്ള കനത്ത യുദ്ധം മൂലം വ്യക്തമാണ് ഇസ്രായേലിന്റെ കരുത്ത്. അതുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കുവാനുള്ള ഒരു ആയുധമാക്കി ഇസ്രായേലിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾ പരിശോധനയ്ക്കായി തുറന്നു കൊടുക്കുന്നത് ഇറാൻ. ലോകത്തെ എല്ലാ ഭീകര സംഘടനകളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാന്റെ അണുവായുധ പദ്ധതിക്ക് ഏകദേശം 15 വർഷത്തോളം ലധികം പഴക്കമുണ്ട്. ഇറാൻ അണുവായുധം നിർമ്മിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ലോകത്തെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള മാത്രമല്ല സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളും നിതാന്ത ജാഗ്രതയിലാണ്. കാരണം ഇറാൻ അണുവായുധം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം കൊണ്ടിടുന്നത് മക്കയിലും മദീനയിലുമായിരിക്കും. സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനം, ആധ്യാത്മിക തലസ്ഥാനമായിട്ടുള്ള മക്കയും മദീനയും പിടിച്ചെടുക്കും. അതാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ള സൗദിക്കെതിരായിട്ടുള്ള വെല്ലുവിളി. ഇതൊക്കെ സൗദിക്ക് അറിയാം. അതുപോലെ തന്നെ UAEയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ. ഇറാൻ അണുവായുധം ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും വലിയ നിർബന്ധം ഇത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്ലാമിക രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും എല്ലാം കൈകോർത്താണ് ഇറാൻ ആണവ കരാർ ഉണ്ടാക്കിയത്. എന്താണ് ഇറാൻ ആണവ കരാർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 2015 ലോകരാജ്യങ്ങളുമായി ഇറാൻ ഒപ്പിട്ട ആണവ നിർവ്യാപന കരാറാണ് ഇറാൻ ആണവ കരാർ. കരാർ പ്രകാരം ഇറാന് സമ്പുഷ്ട യുറേനിയം സമ്പുഷ്ടീകരിക്കുവാനുള്ള പരിധി വെറും 300 കിലോ മാത്രമാണ് ഒരു വർഷം. തുടർന്ന് അറാഖ് നഗരത്തിലെ ആണവ നിലയത്തിന്റെ ഉൾവശം 2015 കരാറിനെ തുടർന്ന് ഇറാൻ അടയ്ക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ഇറാനിൽ സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കിയ ആണവശാലയാണ് അറാഖ് നഗരത്തിലെ റിയാക്ടർ. ഇത് സമ്പൂർണ്ണമായിട്ട് ഈ കരാറിനെ തുറന്ന് അടച്ചുപൂട്ടി. ആപൽക്കരമായ പ്രതിസന്ധി, ലോകത്തിന് ഭയാനകമായിട്ടുള്ള വെല്ലുവിളി, ഇതൊക്കെ ഉയർത്തി ഇറാൻ ആണവ ആയുധം നിർമ്മിക്കുവാനുള്ള ഒരു വലിയ ശ്രമം നടത്തിയപ്പോഴാണ് ആണവ നിർവ്യാപന കരാർ പിടിച്ചു കെട്ടി ഇറാനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. അന്നു മുതൽ അമേരിക്കയും ഇസ്രായേലും എന്ത് വില കൊടുത്തും ഇറാന്റെ ആണവ പദ്ധതി തകർക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. വേണ്ടി വന്നാൽ യുദ്ധം ചെയ്ത് ഹിരോഷിമ പോലെ നാഗസാക്കി പോലെ ഇറാനെ ആക്കി മാറ്റണം എന്ന് പറഞ്ഞു അമേരിക്കയുടെ മുൻ പ്രസിഡന്റ്. ഇത്തരം രീതിയിൽ ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ആണവ നിർവ്യാപനം, ആണവ ആയുധം ഒരു കാരണവശാലും ഇറാന്റെ കൈവശം എത്താൻ പാടില്ല എന്നുള്ള നിലപാടായിരുന്നു. നാറ്റോ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ആണവ നിർവ്യാപന കരാർ ഒപ്പിട്ട രാജ്യം എന്ന നിലയിൽ ഒരു കാരണവശാലും ഇറാൻ ആണവ സമ്പുഷ്ട യുറേനിയം ഒരു വർഷം 300 കിലോയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനോ ഉപയോഗിക്കുവാനോ പാടില്ല. ഇത്തരത്തിൽ ഇറാനിൽ ഒരു സമയത്ത് സൂക്ഷിക്കുന്ന സമ്പുഷ്ട യുറേനിയം ഒരു കാരണവശാലും 300 കിലോയിൽ കൂടുവാനും പാടില്ല. എന്നാൽ ഇപ്പോൾ ഇറാൻ ഇതെല്ലാം ലംഘിച്ചു. പൊടുന്നനെയുള്ള ഇസ്രായേലിന്റെ ഗാസയിലും മറ്റുമുള്ള ആക്രമണം, ഇറാനിലുള്ള ആക്രമണം, ഇതിനെ മുൻനിർത്തി വൻതോതിൽ സമ്പുഷ്ട യുറേനിയത്തിന്റെ അളവ് കൂട്ടിയിരിക്കുകയാണ്. ഇത് ലോകത്തിന് ഭീഷണി ആണ് എന്നുള്ള രീതിയിലാണ് ഇസ്രായേലിന്റെ നീക്കം.
ഇറാനെ ആരാക്രമിക്കും എന്നുള്ളതിന്റെ ചോദ്യത്തിന് പൂച്ചയ്ക്കാര് മണികിട്ടും എന്നുള്ള ചോദ്യത്തിന് ഞാൻ മണികെട്ടിക്കോളാം എന്ന് പറഞ്ഞു തന്നെയാണ് ഇസ്രായേലിന്റെ വരവ്. ഇസ്രായേലിന്റെ ജെറ്റ് വിമാനങ്ങൾ 50 എണ്ണമാണ് ഇറാനെ ലക്ഷ്യമാക്കി, ഇറാന്റെ മുഴുവൻ ആണവ നിലയങ്ങളെയും ലക്ഷ്യമാക്കി ഇപ്പോൾ റെഡിയാക്കി നിർത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ, ഇറാനിലെ ആണവ നിലയങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ ഇറാനിൽ ലക്ഷക്കണക്കിന് പേരുടെ വലിയ ദുരന്ത മരണമുണ്ടാകും. അത് ഇത്തരത്തിൽ ആണവ ഊർജം ലീക്ക് ചെയ്യുന്നത് പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിൽ ഒരു ഭീകരതയ്ക്ക് കാരണമാകും, അല്ലെങ്കിൽ ഗൾഫിൽ ആകമാനം ഇതിന്റെ വികിരണത്തിന് കാരണമാവും. കടൽ വെള്ളത്തിൽ ഇതിന്റെ വലിയ തോതിലുള്ള പ്രസരണമുണ്ടാകും. ലോകത്തിനാകെ ഭീഷണിയാണ്, പ്രത്യേകിച്ച് അറബ് ലോകത്തിന് വലിയ തോതിലുള്ള ഭീഷണിയാണ്. ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇത്തരത്തിൽ ജെറ്റുകൾ റെഡിയാക്കി നിർത്തി സിറിയയുടെ തുറന്ന ആകാശത്തിലൂടെ ഇറാനിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ പ്ലാൻ ചെയ്തപ്പോൾ ഇറാൻ ഇപ്പോൾ കൈകൂപ്പി പറയുകയാണ്, ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചതൊക്കെ നിങ്ങൾ അങ്ങ് എടുത്തോണ്ട് പൊക്കോളൂ എന്ന് അമേരിക്കയോട് പറയുകയാണ്. ഐക്യരാഷ്ട്രസഭയോട് പറയുകയാണ്, എവിടെ വേണേലും കയറി സെർച്ച് ചെയ്യൂ, പരിശോധിക്കൂ, എല്ലാ ആണവ നിലയങ്ങളും പൂട്ടുവാൻ തന്നെ തയ്യാറാണ്, എങ്കിലും ഞങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ നിർത്തിവെക്കണം, അവസാനിപ്പിക്കണം, യുദ്ധം ഒഴിവാക്കണം എന്ന് കരഞ്ഞ് കാലയിൽ പിടിച്ച് ഇപ്പോൾ ഇറാൻ പറയുകയാണ്. ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ഇറാന്റെ കൈയും കാലും തലയും എല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഹൂതികളെ വെട്ടി, അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ വെട്ടി, ഹമാസിനെ വെട്ടി. ഇറാന് ഇപ്പോൾ ലോകത്ത് നിഴൽ യുദ്ധം നടത്തുവാനുള്ള എല്ലാ ആയുധങ്ങളും ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം അല്ലെങ്കിൽ രാജ്യങ്ങൾ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇറാന്റെ കൂട്ടക്കരച്ചിലും നിലവിളികളും വരുമ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ എന്താകും? ഇസ്രായേൽ ഇറാനിലേക്കുള്ള ആണവ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകുമോ, അതോ ഇറാന്റെ കാലുപിടുത്തം കണ്ട് ഇറാനിലെ വിവിധ പ്രദേശങ്ങൾ അമേരിക്ക അടക്കം റെയ്ഡ് നടത്തി അധികമുള്ള സമ്പുഷ്ട യുറേനിയം എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.